നമ്മളെ കുഞ്ഞുങ്ങളെ ഒരുപാട് കെയർ ചെയ്യുന്ന ആളുകളെ കണ്ടിട്ടുണ്ട്. ഒരുപാട്, അതായത് അവരങ്ങോട്ട് നിൽക്കുമ്പോൾ ഇങ്ങോട്ട് നിൽക്കുമ്പോൾ എല്ലാത്തിനും ഒരു കെയർ ഉണ്ടാകുന്ന ഒരു പാരൻസിനെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. അത് കുറേ പേര് അങ്ങനെ ഉണ്ടായിരിക്കും. വേറൊന്നും കൊണ്ടല്ല, അതായത് ഒരുപാട് കെയർ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ, അവരുടേതായിട്ടുള്ള ചിന്താഗതികൾ അവർക്ക് എടുക്കാനുള്ള കഴിവുണ്ടാവില്ല. അതായത് നമുക്ക് അവർ മഴ കൊള്ളുന്നു, വെയിൽ കൊള്ളുന്നു, എല്ലാം അവർ കൊള്ളട്ടെ, അവരുടെ ലൈഫിൽ നമ്മൾ വിടുക. നമ്മൾ അവരെ മാറി നിന്ന് കണ്ടുകൊണ്ടിരിക്കുക. അതായത് അവർ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ചെറിയൊരു നൂല് മാത്രമേ നമ്മുടെ കയ്യിലുണ്ടാകാൻ പാടുള്ളൂ. ബാക്കിയൊക്കെ അവരെ വിട്ടുകൊടുക്കുക. ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് അവർ കുറച്ച് കഴിയുമ്പോൾ അവരെ നമ്മളെ കൺട്രോളിൽ കിട്ടില്ല. അവരെ ഒന്ന് പറന്ന് നടക്കാനുള്ളൊരു ആഗ്രഹം ഉണ്ടാവും. അത് അവരുടെ ആ ഒരു ഫ്രീഡത്തെ മൊത്തത്തിൽ നമ്മൾ പിടിച്ചു വയ്ക്കുന്ന ആ ഒരു രീതിയായിരിക്കും. നിങ്ങളുടെ മക്കൾ എത്രത്തോളം കളിക്കുന്നുണ്ട്, അതായത് അവരുടെ കൂടെ തന്നെ നിന്ന് കൊടുക്കുക. അവരുടെ കളികളിലും മഴ പെയ്യുന്ന സമയത്ത് ഫസ്റ്റത്തെ മഴ, ഇപ്പോൾ ഒരു മഴക്കാലം തുടങ്ങിക്കഴിഞ്ഞാൽ ഇടിയും മിന്നലൊന്നും ഇല്ലാത്ത സമയത്ത് മഴക്കാലത്തൊന്ന് വെറുതെ കുട്ടികളെ ഒന്ന് വെള്ളത്തിലേക്കൊന്ന് മഴയത്തൊന്ന് ഇറക്കി നോക്കുക. ചിലപ്പോൾ ഒരു പനി വന്നു എന്ന് വരും. അതായത് ആ പനി മാത്രമേ ആ ഒരു കാലവർഷത്തിൽ വരുള്ളൂ. പിന്നെ അവർക്ക് എത്ര മഴ കൊണ്ടാലും അത് അവർക്ക് വരില്ല. അത് അവരുടെ പ്രതിരോധ ശേഷി അവർക്ക് ഇല്ലാതിരിക്കുന്നൊരു കാലം. അതായത് പലരും ഇപ്പോഴും പറയുന്നുണ്ട് ചളിയിൽ കളിക്കുന്ന ഇതാണ് മോശമാണ്, അതായത് ഗതികേടാണ്, അസുഖം വരുമോ, അങ്ങനെ പല ആളുകളും പല രീതിയിൽ പറയുന്നുണ്ട്. അത് മോശമല്ല എന്നല്ല പറയുന്നത്, പക്ഷേ മണ്ണും എല്ലാതും അറിഞ്ഞ് മക്കൾ വളരണം. കാരണം കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർക്ക് എല്ലാം വേദന ഇതൊക്കെ അറിയാതെ വളർന്നു കഴിഞ്ഞാൽ അവർക്ക് ചെറിയ വേദനകൾ പോലും അവർക്ക് താങ്ങാൻ പറ്റുന്നതിലും അപ്പുറമായിരിക്കും. അപ്പോൾ നമ്മൾ അവരുടെ കൂടെ തന്നെ നിന്ന് അവരെ പരമാവധി സപ്പോർട്ട് ചെയ്ത് എല്ലാ കാര്യത്തിലും അവരുടെ കൂടെ നമ്മൾ നിന്ന് കൊടുക്കുക. ഒരുപാട് സാമ്പത്തികം മുടക്കിയിട്ട് മക്കളെ നോക്കണം എന്നല്ല പറയുന്നത്. അവരുടെ ആവശ്യങ്ങൾ, അവർ കളിക്കുന്ന നേരത്തെ ഒരു അരമണിക്കൂറെങ്കിലും നമ്മൾ അവരുടെ കൂടെ നിന്ന് കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ആ ലൈഫിൽ തന്നെ ഒരുപാട് ചേഞ്ച് വരും നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ മക്കളെ വാർത്തെടുക്കേണ്ടത് നമ്മുടെ അധ്യാപകരോ അവർ മാത്രമാണെന്ന് ചിന്തിക്കുന്ന ഒരു പറ്റം ആളുകളുണ്ട്. അത് മാറ്റി നിർത്തി നമ്മളാണ് അവരുടെ കൂടെ എപ്പോഴും. അതായത് അരമണിക്കൂറാണെങ്കിൽ അരമണിക്കൂർ നമ്മൾ അവരൊപ്പം കളിച്ച് ഒരു കൊച്ചു കുട്ടിയെ പോലെ അവരൊപ്പം കളിച്ചു കഴിഞ്ഞാൽ ശരിക്കും നമ്മളും അതിൽ പോസിറ്റീവായിട്ടൊരു ഇത് വരും. അത് പലർക്കും പല ജോലികളും കാര്യങ്ങളൊക്കെ ആയിട്ട് ആർക്കും ചെയ്യാൻ പറ്റാത്ത, പക്ഷേ നമുക്ക് കിട്ടാവുന്ന സമയങ്ങളിൽ മൊബൈലൊക്കെ ഒന്ന് മാറ്റി വെച്ച് മക്കൾക്ക് വേണ്ടി നിന്ന് കൊടുക്കും. അതേപോലെ ഭക്ഷണം കഴിക്കുന്ന സമയത്തൊക്കെ കുട്ടികൾക്ക് മൊബൈലോ ടി വി ഒന്നും കൊടുക്കാതെ അവരോട് നമ്മളെ സംസാരിച്ച് ഇരിക്കുന്നൊരു പ്രവണത നമ്മൾ വരുത്തുക. അത് നമ്മളെക്കൊണ്ടേ പറ്റുള്ളൂ. അതായത് നമ്മൾ ആ സമയത്ത് മൊബൈലും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി വെച്ച് നമ്മൾ മക്കളെ മാത്രം നോക്കി അവരുടെ കാര്യങ്ങളും വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ സംസാരിച്ചതിന് ശേഷം മാത്രം മുന്നോട്ട് പോവുക. എല്ലാവരും എപ്പോഴും അച്ഛനും അമ്മയൊക്കെ ഒപ്പം കുട്ടിയുടെ കൂടെ തന്നെ ഉണ്ട് എന്ന് അവരെ വരുത്തി തീർക്കുക. അതായത് നിങ്ങൾ പിണങ്ങുന്നതും നിങ്ങളുടെ ഇണക്കവും കാര്യങ്ങളൊക്കെ മക്കൾക്കതൊരു ബുദ്ധിമുട്ടായി മാറാത്ത രീതിയിൽ നിങ്ങൾ ചെയ്യാൻ നോക്കുക. പരമാവധി അവരുടെ ഭാവിയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ, അതായത് എന്താ പറയുക, അവരെ എങ്ങനെ നല്ല രീതിയിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം അത് നമുക്കൊരു പ്ലാൻ ചെയ്തിട്ട് തന്നെ, അതായത്